എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയാം, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ കാണിച്ച കുറേ തെറ്റുകൾ കൊണ്ടാണ് ഞാൻ ടി വിയിൽ നിന്ന് എന്നെ ഇത് ചെയ്തത്. അതിലൊരിക്കലും ഒരാളുടെയും മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ്, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ്. അത് കാരണം ആ ഗ്യാങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ടായത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ദയവേത് അതിൻ്റെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കരുത്. എനിക്കറിയാം ഈ ചോദ്യം വരുമെന്ന്. ഈഗിൾ ബ്രോ ഡിസിഷൻ കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള ഡിസിഷനാണ് പുള്ളി എടുത്തത്. അതിൽ ഒന്നിനും നിങ്ങൾ പുള്ളീനെ ഒന്നും പറയരുത്, ഇത് ചെയ്യരുത്. പുള്ളി ചെയ്ത കറക്റ്റ് ഡിസിഷനാണ്. എനിക്കും അത് തന്നെയാണ് ഓക്കെയാണ്, ഞാനും അതിന് ഓക്കെയാണ്. പിന്നെ എൻ്റെ ഒരു ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് വന്നപ്പം ഒന്ന് സ്ട്രീം ചെയ്യാതിരുന്നാലും ശോകമാണ്. അപ്പം സിറ്റിസൺ RP ആയിട്ടും നമുക്ക് ലൈവ് ചെയ്യാമല്ലോ എന്നുള്ള ഇതിലാണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ അവരൊന്നും പറയരുത് ദേഹത്ത് ഓർത്ത്. ഇപ്പോഴേ എനിക്ക് ഗ്യാങ്ങിനോട് സ്നേഹമുണ്ട്, ഞാൻ ലൈവ് കാണും, ഇത് കാണും. ദയവേത് പുള്ളിയുടെ ഡീസൻറ്റിന് ഒരിക്കലും ഇത് പറയരുത്. പുള്ളിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അത് ഞാൻ ഇപ്പോഴും പറയും, പുള്ളിയാരനാണ് 4 പേര് അറിഞ്ഞത്. അതുകൊണ്ട് ദയവേത് ആ ചോദ്യം നിർത്തുക. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് ആ ഗ്യാങ്ങിൽ നിന്ന് ഇറക്കിയത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ 400 പേര് കാണുന്നുണ്ടെങ്കിൽ പുള്ളി കാരണമാണ്. അതുകൊണ്ട് ദയവേത് പഴി ചാരരുത്. അപ്പം സോറി ഗൈസ്, അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ്. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി എനിക്ക് അന്നിട്ട് ഒരു ചാൻസ് തന്നു ഗൈസ്, പക്ഷേ ശരിയല്ല ഗൈസ്, ഒരിക്കലും ശരിയല്ല. ഞാൻ ഡിസേർഡ് അല്ല, എനിക്ക് അവസാനം ഡിസേർഡ് അല്ല, അതാണ് കറക്റ്റ്. അപ്പം ഞാൻ സിറ്റിസൺ RP ആയിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അവരുടെ കൂടെ RP ചെയ്യും, എല്ലാം ചെയ്യും, കാണും, സിറ്റിയിലുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, കരയിപ്പിക്കലടാ. ഇതപ്പോൾ നമുക്ക് സിറ്റി